ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മിറാഷ് റിവ്യൂലോട്ടാണ്. ഈ ഒരു പടം ഞാൻ ആദ്യം വായിച്ചുകൊണ്ടിരുന്നത് മിറാജ് എന്നാണ്. പിന്നെ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ മിറാഷ് എന്നാക്കിയത്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മരീചിക. ഈ ഒരു വെയിൽ ഉള്ള സമയത്ത് നമ്മൾ ദൂരെ നോക്കുമ്പം വെള്ളം പോലെ കാണത്തില്ല, അതാണ് ഇതിൻ്റെ മീനിങ്. ഈ ഒരു ടൈറ്റിലിൻ്റെ ഗ്രാഫിക്സും അവർ അങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാര്യമില്ല. അതിൻ്റെ ഡയറക്ടർ ജിത്തു ജോസഫിൻ്റെ പടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പടം കാണാൻ പോയത്. പുള്ളിയുടെ പടം അറിയാമല്ലോ, ഏകദേശം ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോർച്ചറി, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, ഹോസ്പിറ്റൽ, ഇങ്ങനെയൊക്കെ മാറി തിരിഞ്ഞുള്ള ഷോട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ പുള്ളി തുടക്കം തൊട്ടേ ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. ജിത്തു ജോസഫ് എന്ത് പറ്റി? കൊറിയൻ സിനിമകളും ഹോളിവുഡ് സിനിമകളും ഒക്കെ കാണുന്നത് കുറഞ്ഞോ? നിങ്ങളെടുത്ത ആ പഴയ സിനിമകൾ തന്നെ കറക്കിയും തിരിച്ചുമൊക്കെ കാണിക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ്. ഈ ഒരു പടത്തിലോട്ട് വരുമ്പം ഇതിനകത്ത് കുറച്ച് ട്വിസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു ജിത്തു ജോസഫിൻ്റെ സിനിമകൾ ആദ്യമേയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നും. ആദ്യ സമയങ്ങളിൽ ഈ പുള്ളിയുടെ ആദ്യത്തെ പടം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ടി വിക്കകത്ത് ഡിറ്റക്റ്റീവ് വരുന്നത്. അത് നമ്മൾ കണ്ട് ഓരോ സീനും കണ്ടെടുക്കാൻ തോന്നാതിരുന്ന് കണ്ട എൻ്റെ അവസാനം വരെ കണ്ട സിനിമകളാണ് ഡിറ്റക്റ്റീവ് ഒക്കെ ആ സമയത്തൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഓരോ സിനിമകൾ ഇതുപോലത്തെ ട്വിസ്റ്റും കാര്യങ്ങളുള്ള സിനിമകളൊക്കെ പുള്ളി ഇറക്കും. ദൃശ്യം 2 ഒക്കെ അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫ്ലോപ്പുള്ള പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിലോട്ട് പുള്ളി ട്വിസ്റ്റ് വരുമ്പം ഇതിനകത്ത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സിനിമയ്ക്കകത്ത് ഉള്ള ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഓരോ സീൻ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ ട്വിസ്റ്റിന് വേണ്ടി മാത്രം ഇത് എഴുതി ചേർത്തതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ഒരു കഥയുമായിട്ട് ഒഴുകി ചേർന്ന് പോകുന്നില്ല. ഈ ഒരു സമയത്തെത്തുമ്പം ഈ ഒരു ട്വിസ്റ്റ്, ഈ ഒരു സമയത്തെത്തുമ്പോൾ ഈ ഒരു ട്വിസ്റ്റ്, അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടാണ് തോന്നിയത്. അല്ലാതെ നമ്മൾ പടം കാണുമ്പം ആ പടത്തിനകത്ത് ഒരു ട്വിസ്റ്റ് ആയിട്ട് തോന്നുന്നു. അല്ലാതെ ഇതിനകത്ത് ട്വിസ്റ്റ് കാണിക്കാൻ വേണ്ടി എഴുതി ചേർത്തതിൻ്റെ കൂട്ടാണ് എനിക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് തോന്നിയത്. മോശം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ്. 2 പേരാണ് ചേർന്ന് എഴുതിയേക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടറായ ജിത്തു ജോസഫും പിന്നെ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ശ്രീനിവാസ അബ്രോൾ എന്ന് പറഞ്ഞ 2 പേര് ചേർന്നാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ അപർണ ആർ ടർക്കാടാണ് ഇതിൻ്റെ സ്റ്റോറിയുടെ. പക്ഷേ എനിക്ക് ഇതിൻ്റെ സ്റ്റോറിയും മോശമായിട്ടാണ് തോന്നിയത്. എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാം എനിക്ക് മോശമായിട്ടാണ് തോന്നിയത്. അത്യാവശ്യം കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് വിഷ്ണു ശ്യാമാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. അത് കിടക്കിനായിട്ട് വന്നിട്ടുണ്ട് ഓരോ സീനുമായിട്ടുള്ളൂ. ഇതിൻ്റെ സ്റ്റോറി തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ വെച്ചാണ്. തമിഴാണ് കൂടുതലും സംസാരിക്കുന്നത്. അപ്പം പിന്നെ 2-3 സീൻ കഴിയുമ്പോഴാണ് 2 മലയാളികൾ ഇന്ന് കാര്യം പറയുക. ഒരാൾ മലയാളത്തിൽ കാര്യം പറയുന്നത്, ഒരാൾ തമിഴ് കാര്യം പറയുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പം നമ്മളിപ്പം തമിഴ് കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് മലയാളം അറിയാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ തമിഴ് പറയുന്നത്. ഇപ്പം 2 പേർക്ക് മലയാളം അറിയാമെങ്കിൽ ആ മലയാളം തന്നെയല്ലേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇത് എന്തുവാ ഇപ്പം അതിനകത്ത് അപർണ ബാലമുരളിയും പിന്നെ വേറെ ഒരാളുണ്ട് അന്ന റെജി കോശി, സാഗർ എലിയാസ് ജക്കി, അതുപോലെ അന്ന റെജി കോശി, ഇവർ 2 പേരും കൂടെ നിന്ന് കാര്യം പറയുക. അപ്പം കാര്യം പറയുമ്പോൾ അപർണ ബാലമുരളി മലയാളത്തിലും മറ്റവർ തമിഴിലും കാര്യം പറയുന്നത്. അതിൻ്റെ ആവശ്യം എന്തോ? പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നുണ്ട് ഇവർ 2 പേരും മലയാളത്തിൽ കാര്യം പറയുന്നത്. പിന്നെ ഇതിൻ്റെ മുമ്പിലത്തെ സീനിൻ്റെ ആവശ്യം എന്ത് വരുന്നത്? പിന്നെ ഇതിൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹഷീം ഷാജഹാനാണ്. പുള്ളിയുടെ കണ്ണുകൊണ്ടാണ് പുള്ളി എക്സ്പ്രഷൻ ഇടുന്നത്. പുള്ളിയുടെ ചിലയിടത്തൊക്കെ ഓക്കെ ആയിട്ട് ആക്ടിങ് വന്നിട്ടുണ്ട്, ചിലയിടത്തൊക്കെ കണ്ണുകൊണ്ട് ഒരു എക്സ്പ്രഷൻ ഇടുന്നത് അതൊക്കെ ബോറായിട്ടാണ് എനിക്ക് ഈ ചിലയിടത്തൊക്കെ തോന്നിയിട്ടുള്ളത്. പിന്നെ അത് ഗൺഷോട്ടൊക്കെ എന്തിന് ചുമ്മാ വെറുതെ വെടിവെക്കുക? ഒരാളില്ലാത്തടത്ത് ചുമ്മാ വെടിവെച്ചിട്ട് എന്തോ കാര്യം? അപർണ ബാലമുരളിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്, ഒരു AI ഒക്കെ വെച്ച് കാണിക്കുന്നുണ്ട് അപർണ ബാലമുരളി. എന്തൊരു ബോറാണെന്ന് അറിയാമോ? ഭയങ്കര ബോറ്. ഈ പടവേ ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ട്വിസ്റ്റൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പഴങ്കഞ്ഞി ട്വിസ്റ്റിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ജിത്തു ജോസഫിൻ്റെ കഥകൾ നമ്മൾ കാണാൻ പോകുമ്പം പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കും. അതൊന്നും ഇതിനകത്ത് കിട്ടിയിട്ടില്ല. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഇതൊരു ട്രെയിലറായിട്ട് ഇറക്കിയെന്ന് തോന്നി. ഇപ്പം ദൃശ്യം 3 ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇതേപോലെ പ്രതീക്ഷിക്കാവുന്ന ആയിരിക്കും പുള്ളിയുടെ ഉദ്ദേശം. പക്ഷേ ഈ ഒരു പടം, അതായത് മിറാഷ് എന്ന് പറഞ്ഞൊരു പടം, എനിക്കൊരു ബിലോ ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരിടത്ത് പോലും ഇതിനകത്ത് ക്ലൈമാക്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ആകെ എനിക്ക് ഇച്ചിരി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആസിഫ് അലി ചെയ്തൊരു ക്യാരക്ടറുണ്ട്. അല്ലാതെ എല്ലാവരും ചുമ്മാതെ ഒരു പടം, വെറുതെ ഒരു പടം. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ഫസ്റ്റ് ഹാഫും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, സെക്കൻഡ് ഹാഫും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഉള്ള ട്വിസ്റ്റ് മൊത്തം ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതിൻ്റെ കൂട്ടാണ് എൻ്റെ ഇതൊക്കെ ട്വിസ്റ്റ് എല്ലാം വന്നത്. ചുമ്മാതെ തട്ടിക്കൂട്ടി എടുത്ത ഒരു പടം പോലെ എനിക്ക് ഈ മിറാഷ് തോന്നിയത്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.